കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സ്നൈക്ക് ബൈറ്റ് ആയിട്ടായിരുന്നു വോളിബോൾ കളിക്കുന്നതിനിടയിൽ. അപ്പോൾ എനിക്ക് ആദ്യം സീരിയസ് ആക്കിയില്ല, പക്ഷെ പെട്ടെന്ന് വെച്ചിട്ടായിരുന്നു എനിക്ക് അതിൻ്റെ എഫക്റ്റ് കയറി തുടങ്ങിയത്. തലർക്കും അതേപോലെ ശരീരം ബോഡി മൊത്തം ഒരു കുഴച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ പെട്ടെന്ന് വെച്ചിട്ടായിരുന്നു എൻ്റെ ബ്രദറിനെ കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള എംബിച്ച ഹോസ്പിറ്റലിലോട്ട് വന്നത്. അപ്പോൾ തന്നെ ഉടനടി ഡോക്ടേഴ്സ് എല്ലാവരും എനിക്ക് പെട്ടെന്ന് അതിനുള്ള ആ ഒരു ബൈറ്റിൽ നിന്നുള്ള ആൻറ്റിവെനത്തിനുള്ള കാര്യങ്ങൾ ബ്ലഡ് ചെക്കിങ്ങും അതിൻ്റെ ക്ലോട്ടിങ് ടൈമൊക്കെ നോക്കിയിട്ട് ICU കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പെട്ടെന്നായിട്ടുള്ള സജീവ കാര്യങ്ങളൊക്കെ ഒരു മിനിറ്റ് പോലും എന്നെ വെറുതെ ഇരുത്തില്ല. അവർ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ 2 ദിവസമായി ഇപ്പോൾ കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. പ്രോപ്പറായിട്ട് വർക്കിനും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്നേക്ക് ബൈറ്റ് കിട്ടിയെന്ന് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചികിത്സ നേടാൻ ശ്രമിക്കുക. പക്ഷെ നമുക്ക് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മിച്ച ഹോസ്പിറ്റലുണ്ട്. ഒരിക്കലും അവിടെ ഒന്നും ഇല്ലയെന്ന് വിചാരിച്ച് പോരുത്. അതിനുള്ള എല്ലാ സജീവങ്ങളും ഇവിടെ ഉണ്ട്. ഡോക്ടേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും നഴ്സുമാരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മളെപ്പോഴും കെയർ ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് അവരോട് വലിയൊരു താങ്ക്സ് പറയാനുണ്ട്. കാരണം എന്നെ പാനിക് ആക്കാതെ നോക്കിയത് അവരാണ്. കാരണം ബ്ലഡ് പ്രഷറും കാര്യങ്ങളും കൂടി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രശ്നങ്ങളുണ്ടാവുക. അതുവരെ അവർ എന്നെ കൺട്രോൾ ചെയ്ത് എന്നെ നോക്കിയിട്ടുള്ളത് അവരാണ്. അവരോട് വലിയൊരു നന്ദിനെ പറയാനുണ്ട്.